ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ അനശ്വര രാജനും സജിൻ ഗോപുവും തകർത്തഭിനയിച്ച പൈങ്കിളി എന്ന ചിത്രമാണ്. മൂവിയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റാപ്പ് സിംഗർ ആകണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് റാപ്പ് സോങ്സ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തുള്ള വീട്ടിൽ എന്തോ ബഹളം കേൾക്കുന്നു. അവൾ അത് ശ്രദ്ധിക്കുന്നു. അതാണ് നമ്മുടെ കഥാനായികയായ ഷീബയുടെ വീട്. ഷീബയുടെ വീട്ടിൽ എന്താണ് ബഹളം എന്ന് വെച്ചാൽ ഷീബയെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് അവളുടെ വീട്ടുകാർ ശ്രമിക്കുകയാണ്. എന്നാൽ ഷീബയ്ക്കാകട്ടെ അതിനോട് ഒട്ടും താല്പര്യമേ ഇല്ല. അമ്മ ഷീബയോടായി ഇങ്ങനെ പറയുന്നു, മോളെ, നീ ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അച്ഛനും അമ്മയും നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എങ്ങനെയെല്ലാം തന്നെ അമ്മ അവളോട് പറയുന്നു. അച്ഛൻ പറയുന്നത് മോൾ അനുസരിക്കണമെന്ന് അമ്മ അവളോടായി പറയുന്നു. ഇതെല്ലാം കേട്ട് സമ്മതം എന്ന പോലെ അവൾ തലയാട്ടുന്നു. അങ്ങനെ തന്റെ മകൾ താൻ പറഞ്ഞതെല്ലാം അനുസരിച്ചല്ലോ എന്ന സന്തോഷത്തിൽ താഴേക്ക് ഇറങ്ങി വരികയാണ് ഷീബയുടെ അമ്മ. അതിനുശേഷം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനോട് ഇങ്ങനെ പറയുന്നു, ദേ, അവളോട് പറയേണ്ടതിനൊക്കെ ഒരു നാക്കുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ അവൾ അതനുസരിച്ചോളും. അവൾ കല്യാണത്തിന് സമ്മതിച്ചു എന്നെല്ലാം അവൾ അച്ഛനോട് പറയുന്നു. അതേസമയം തന്നെ ബാക്കിൽ എന്തോ സൗണ്ട് കേൾക്കുകയും തിരിഞ്ഞു നോക്കുമ്പോൾ കവിങ്ങിൽ കൂടി ഊർന്നിറങ്ങി അവൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഷീബയുടെ അച്ഛനാകട്ടെ കൈ പോലും കഴുകാതെ ഷീബയുടെ പുറകെ ഓട്ടം. അവളെ പിടികൂടാൻ വേണ്ടി അദ്ദേഹം ഓടുന്നു. അങ്ങനെ ഷീബയെ കൈയോടെ പിടികൂടുന്നു. അവൾക്ക് നേരെ അയാൾ ചോറെല്ലാം വലിച്ചെറിയുന്നുമുണ്ട്. അങ്ങനെ അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഷീബയ്ക്കാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോടൊന്നും ഒട്ടും താല്പര്യമേ ഇല്ല. നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നത് കൊണ്ടല്ലേ നിന്നെ ഇപ്പോൾ കെട്ടിക്കാനൊക്കെ പോകുന്നത് എന്ന് അവളോട് അച്ഛൻ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ അച്ഛൻ ഷീബയോട് ചോദിക്കുന്നു. എന്നാൽ ഇതിനൊന്നിനും മറുപടി കൊടുക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഷീബയാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ഷീബയെ കാണാനായിട്ട് അടുത്ത വീട്ടിലെ മറ്റേ റാപ്പ് സോങ് ഒക്കെ എഴുതുന്ന ആ പെൺകുട്ടിയില്ലേ, അവൾ വരികയാണ്. അവളാണ് ഷീബയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവൾ ഷീബയോട് ചോദിക്കുകയാണ്, ഇന്നെന്തായിരുന്നു പ്രശ്നം? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു ഭർത്താവിനെയാണോ നിനക്ക് വേണ്ടത്? അത് കേട്ടപ്പോൾ ഷീബ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങനെ ഉള്ളവന്മാരുണ്ട്. ആരും നോക്കാതെ കിടക്കുന്ന ചിലവന്മാരുണ്ട്. അവരെ സെറ്റാക്കിയാൽ എല്ലാം ഓക്കെ ആവും. അങ്ങനെ ഉള്ളവന്മാരാണെങ്കിൽ ഗൂഗിൾ പേയിൽ പോലും നമുക്ക് മെസ്സേജ് അയക്കും എന്നെല്ലാം ആ പെൺകുട്ടി ഷീബയോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഷീബയുടെ മനസ്സിൽ ലഡു പൊട്ടി. ആഹാ, അങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടോ? എങ്കിൽ നമുക്ക് നോക്കാമല്ലോ, കൊള്ളാലോ എന്നൊക്കെ അവൾ കൂട്ടുകാരിയോട് പറയുന്നു. അതൊക്കെ ആരാ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള സുഗുവിനെയാണ്. സുഗുവിന്റെ എൻട്രിയാണ്. സുഗു സുജിത് കുമാർ എന്നാണ് നമ്മുടെ നായകന്റെ പേര്. നമ്മുടെ സുഗുവിന് ഒരു ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട്. അതിന്റെ പേരാണ് സുഗു വേഴാമ്പൽ. നല്ല ഒന്നാം തരം തേപ്പ് കിട്ടിയ കഥ നമുക്ക് ആ പോസ്റ്റുകളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അതോടുകൂടി ഇനി ഒരു പ്രണയം ഇല്ല എന്നും അവസാനമായി ഒരു പോസ്റ്റ് ഇടും. നമ്മുടെ സുഗുവിന്റെ അടുത്ത ചങ്ങാതിമാരാണ് കുഞ്ഞായിയും പാച്ചുവും. എന്തിനും ഏതിനും ഈ ചങ്ങാതിമാർ സുഗുവിന്റെ കൂടെയുണ്ട്. സുഗുവിന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പെങ്ങൾ ഉണ്ട്. പെങ്ങളെ കെട്ടിച്ചു വിട്ടതാണെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തിക്കാറുണ്ട്. അവൾക്കൊരു മകനുമുണ്ട്. സുഗുവിന്റെ അച്ഛൻ ജോലിക്കൊന്നും പോകില്ല. സുഗുവാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ സുഗുവിന് വെറും പുല്ലുവിലയാണ്. അച്ഛൻ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം തന്നെ ചെയ്യുക എന്നതാണ് നമ്മുടെ സുഗുവിന്റെ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം സുഗുവും പാച്ചുവും കുഞ്ഞായിയും ചേർന്നിട്ട് അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സുഹൃത്തിന്റെ പെങ്ങളായിരുന്നു സുമ. സുമയ്ക്ക് നമ്മുടെ സുഗുവിനോട് ഒരു താല്പര്യമുണ്ട്, ഒരു പ്രണയമൊക്കെ ഉണ്ട്. എന്നാൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ദിവസം രാത്രി താൻ കഴുകിയിട്ട ഇന്നേഴ്സ് ഒന്നും അകത്തെടുത്ത് വെക്കാത്തതിനെ തുടർന്ന് സുഗു അമ്മയെ വഴക്കു പറയുന്നു. എല്ലാം മഴ പെയ്തിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇട്ടോണ്ട് പോകാൻ ഒന്നും തന്നെ ഇല്ല എന്നും അവൻ പറയുന്നു. ഒന്നുമില്ലാത്തത് കൊണ്ട് താൻ തൽക്കാലം ഇന്നൊന്നും ഇടണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് കൈലി മാത്രം ഉടുത്തുകൊണ്ട് കൂട്ടുകാരോടൊപ്പം മദ്യപിക്കാനായി അവൻ പുറത്തേക്ക് പോകുന്നു. അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ മഴയത്തിറങ്ങണ്ട, 3 പേരും ബുള്ളറ്റിൽ പോകണ്ട എന്നൊക്കെ. അച്ഛൻ എന്തു പറഞ്ഞാലും അവൻ ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഇതും കേട്ടില്ല. അവൻ കൂട്ടുകാരോടൊപ്പം കൂടി മദ്യപിക്കുന്നു. എന്നിട്ട് കരിക്കിടാൻ വേണ്ടി തെങ്ങിൽ കയറുന്നു. അങ്ങനെ തെങ്ങിൽ നിന്നും താഴേക്ക് വീഴുന്നു.
കൂട്ടുകാരെല്ലാം തന്നെ അവനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം തന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ഷീബ ഏതോ ഒരു ചെക്കനെ വളച്ചുകൊണ്ട് ഒളിച്ചോടി വന്നിരിക്കുകയാണ്. അച്ഛനും ബന്ധുക്കാരും ഇപ്പോൾ നാട് മൊത്തം അന്വേഷിക്കുമായിരിക്കും എന്നെല്ലാം അവർ പറയുന്നുണ്ട്. നമ്മുടെ പ്രണയം തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. അതിനു മുമ്പേ ഇവൾ ഇങ്ങനെ ഒളിച്ചോടാൻ തയ്യാറായത് കണ്ടിട്ട് ആ പയ്യന് പോലും ഇതുവരെ വിശ്വാസം വന്നില്ലായിരുന്നു. അങ്ങനെ ഷീബ ഇരിക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ സുഗുവിനെ കൊണ്ടുവരുന്നു. നമ്മുടെ സുമ അവിടുത്തെ നേഴ്സായിരുന്നു. അവൾ വെപ്രാളപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടറിനെ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഷീബയുടെ അച്ഛനും ബന്ധുക്കാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവൾ അവരെ കണ്ട് പേടിച്ചു നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുഗുവിനെ അവരുടെ ഫ്രണ്ടിൽ കൂടെ എക്സ്റേ എടുക്കാനായി കൊണ്ടുവരുന്നു. സുഗുവിന്റെ കൈലിയിൽ എല്ലാം തന്നെ ചെളി പറ്റിയിരിക്കുന്നത് കണ്ട സുമ ആകട്ടെ അത് വലിച്ചൂരി കൊണ്ടുപോയി. സുഗു അടിയിൽ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിലും അവൻ നാണം കെടുന്നു. അവന്റെ കൂട്ടുകാർ എല്ലാം തന്നെ പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ നിന്ന് എല്ലാവരും അത് കണ്ട് ചിരിക്കാനും തുടങ്ങുന്നു. അവൻ ആകെ നാണക്കേടാകുന്നു. അപ്പോഴേക്കും സുമ പോയി ഒരു ബെഡ്ഷീറ്റ് എന്തോ എടുത്തുകൊണ്ട് വന്ന് അവനെ ഉടുപ്പിക്കുന്നു. സുഗുവിന്റെ വീട്ടുകാരും ഇവിടേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഷീബയുടെ വീട്ടുകാരെ കണ്ട് പേടിച്ചിട്ട് ആ ചെക്കനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഷീബ അവളുടെ ബാഗും എടുത്ത് അച്ഛനോടൊപ്പം വീണ്ടും വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. ഉറപ്പിച്ചു വെച്ച വിവാഹം വീണ്ടും നടത്താൻ തീരുമാനിക്കുന്നു. ഇവൾ ഈ ചെക്കന്മാരുടെ കൂടെ ഒളിച്ചോടി പോകുന്നതൊന്നും അവർക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഷീബ അവളുടെ കൂട്ടുകാരിയോട് താൻ പ്രണയിച്ച ആൾ അച്ഛനെ കണ്ടപ്പോൾ ഓടിപ്പോയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ്. ധൈര്യമുള്ള ആരെയെങ്കിലും നോക്ക്, വല്ല ഗുണ്ടകളെയും നോക്കിയാൽ മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. സുഗു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സുമ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സുഗുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ കഴുകിയിട്ടിരിക്കുന്ന ഇന്നേഴ്സ് കാണുകയും ഇത്രയും ഉണ്ടായിട്ടാണോ ഒന്നുമില്ലാതെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നും അവൾ സുഗുവിനോടായി ചോദിക്കുന്നുണ്ട്. കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ സുഗുവിന്റെ അമ്മ സുമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കല്യാണം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളൊന്നും അറിയില്ലല്ലോ. സുഗുചേട്ടന്റെ ഉള്ളാവുമ്പോൾ ഈ പഞ്ചായത്ത് മുഴുവൻ കണ്ടതാണല്ലോ എന്നും അവൾ സുഗുവിനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറയുന്നു. അടുത്ത സീനിൽ ഷീബയെ കൂട്ടി അവളുടെ കൂട്ടുകാരി ഒരു റൗഡിയെ തപ്പി മാർക്കറ്റിലേക്ക് വരുന്നതാണ്. അവർ ഒരാളെ കാണുന്നു. കൂട്ടുകാരി അവളോടായി ഇങ്ങനെ പറയുന്നു, നീ 3 സ്റ്റെപ്പിലൂടെ അവനെ വളയ്ക്കണമെന്ന്. ഒന്നാമതായി അവനെ നോക്കി ചിരിക്കണം, അതിനുശേഷം നമ്പർ വാങ്ങണം, 3rd സ്റ്റെപ്പ് പ്രണയം. അത് കേട്ട് ഷീബ ആ ഗുണ്ടയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ഫ്രണ്ട് പറഞ്ഞ സ്റ്റെപ്പൊന്നും പാലിക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ ചിരിച്ചുകൊണ്ട് പ്രണയം തുറന്നു പറയുന്നു ഷീബ. അതിനുശേഷം അപ്പോൾ തന്നെ നമ്പർ വാങ്ങുന്നു. ഇങ്ങോട്ട് വന്ന് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ റൗഡിയുടെ കിളി പോയിരുന്നു, കൂടെയുള്ള കൂട്ടുകാരുടെയും. അതേസമയം സുഗു ആണെങ്കിൽ തന്റെ പ്രിന്റിംഗ് വർക്സിന്റെ കടയിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അത് കണ്ടുകൊണ്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ സുമയെ നിൽക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് തനിക്ക് കല്യാണാലോചനയൊക്കെ നോക്കുന്നുണ്ട്, നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ പറയണമേ എന്ന്. ഇത് കേട്ട് കുഞ്ഞായി സുഗുവിനോടായി പറയുന്നുണ്ട്, അവൾ നിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇത് കേട്ട് സുഗു പറയുന്നുണ്ട്, സുധാകരന്റെ പെങ്ങൾ എന്റെയും പെങ്ങളാണ്, അതിനപ്പുറത്തേക്ക് അവളെ എനിക്ക് മറ്റൊരു രീതിയിൽ കാണാൻ സാധിക്കില്ല. പിറ്റേന്ന് സുഗുവും കൂട്ടുകാരും ചേർന്നിട്ട് പ്രിന്റിംഗ് മെഷീന്റെ കാര്യത്തിന് കോയമ്പത്തൂർ വരെ പോകുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ റൗഡിയാകട്ടെ ഷീബയുടെ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പീറ്റർ എന്നാണ് നമ്മുടെ റൗഡിയുടെ പേര്. കുറച്ചു കഴിയുമ്പോൾ ഷീബയുടെ കോൾ പീറ്ററിന് വരുന്നു. ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണെന്നും ചേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്നും ഞാൻ ചേട്ടനെ വിളിച്ചോളാമെന്നും പറഞ്ഞിട്ട് അവളൊരു ചക്കരയുമ്മയും കൊടുക്കുന്നു. പിന്നെ പീറ്റർ എന്ന റൗഡിയുടെ അവസ്ഥ കിളി പോയ പോലെയാവും. പിറ്റേന്ന് സുഗുവും പാച്ചവും ചേർന്നിട്ട് കോയമ്പത്തൂരിലേക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നു. അതേസമയം ഷീബയുടെ വീട്ടിൽ അവരുടെ കല്യാണ ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. അടുത്തയാഴ്ച കല്യാണമാണ് എന്നാണ് അവിടെയുള്ളവരെല്ലാം സംസാരിക്കുന്നത്. പന്തലുപണി നടക്കുന്നതിനിടയിൽ ഷീബ വീണ്ടും വീട്ടിൽ നിന്നും ചാടി അവൾ മറ്റൊരിടത്തേക്ക് ബാഗുമെടുത്ത് രക്ഷപ്പെടുന്നു. അവൾ നേരെ പോകുന്നതോ ഗുണ്ടയായ പീറ്ററിന്റെ വീട്ടിലേക്ക്. എന്നാൽ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പീറ്ററിനെ വെയിറ്റ് ചെയ്ത് വീടിന് സിറ്റ് ഔട്ടിൽ അവൾ ഇരിപ്പായി, പിന്നെ കിടപ്പായി. കോയമ്പത്തൂരിൽ എത്തിയ സുഗുവും പാച്ചുവും കൂടി ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു. അവരുടെ ലൈസൻസും ആ ലോഡ്ജിൽ കൊടുക്കുന്നു. കോപ്പി എടുത്തിട്ട് തിരിച്ചു കൊടുക്കാമെന്നാണ് അയാൾ ഇവരോട് പറയുന്നത്. അവർ റൂമിലേക്ക് പോയി. അടുത്ത സീനിൽ രാത്രി പീറ്ററും കൂട്ടരും വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു പെണ്ണ് തന്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ പുതച്ചു മൂടി കിടക്കുന്നതാണ്.
ആരെന്നറിയാൻ പീറ്ററും കൂട്ടരും അടുത്തേക്ക് ചെല്ലുന്നു. ഷീബയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഷീബ എന്ന പേര് പീറ്റർ മറന്നു പോകുന്നു. പേര് അവളോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ച് അവളെ തട്ടി ഉണർത്താനായി പോകുമ്പോൾ അവൾ ഞെട്ടി എണ്ണിക്കുന്നു. ആ ടൈമിൽ തന്നെ ഷീബയുടെ അച്ഛനും കൂട്ടരും അവിടേക്ക് എത്തുന്നു. ഷീബ പീറ്ററിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും എന്നെ അച്ഛന് വിട്ടുകൊടുക്കരുത്, കൈവിടരുത് എന്നൊക്കെ. ഷീബയുടെ അച്ഛന്റെ കൂടെ വന്ന ജാഫർ എന്ന ഗുണ്ടയാകട്ടെ പീറ്ററിനോട് പറയുന്നു, ഷീബയെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം കട്ടപ്പുകയായിരിക്കും. അവൾ നിന്നെ കെട്ടിയതിനു ശേഷം പഠിക്കാനെന്നും പറഞ്ഞ് നാളെ കോളേജിലേക്ക് പോകും. അവസാനം അവിടെ ഏതെങ്കിലും ചെക്കനെ കാണുമ്പോൾ അവന്റെ കൂടെ പോകും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇത് കേട്ട പീറ്റർ ആവട്ടെ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇവളെ പുറത്തേക്ക് വിട്ടാലല്ലേ അങ്ങനെയെല്ലാം സംഭവിക്കും. ഞാൻ എന്റെ രാജകുമാരിയാക്കി ഈ വീട്ടിൽ തന്നെ അവളെ നിർത്തും എന്നൊക്കെ പറയും. അത് കേട്ട് പേടിച്ചു പോയ ഷീബയാകട്ടെ, ഇത്രയും സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല ചേട്ടാ എന്നും പറഞ്ഞ് ബാഗും എടുത്ത് അച്ഛനോടൊപ്പം തിരിച്ചു പോകുന്നു. അതേസമയം ലോഡ്ജിൽ നിന്നിരുന്ന സുഗു താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് താഴെ ഇരിക്കുന്ന തന്റെ ബുള്ളറ്റ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. അവൻ പാച്ചുവിനെ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്ന് ബുള്ളറ്റ് കൊണ്ടുപോകാനിരുന്ന കള്ളന് പുറകെ ഓടി. അതിനുശേഷം സുഗുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി കറക്കി എറിഞ്ഞുകൊണ്ട് ആ കള്ളനെ നിലത്തിട്ട് ബുള്ളറ്റ് തിരികെ കൊണ്ടുവരുന്നു. ആ സമയം തന്നെ അവർ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നു. കാരണം ആ സ്ഥലം അത്ര പന്തിയല്ല എന്നും നല്ല ഇടി കിട്ടുമെന്നൊക്കെ പാച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റോഡിൽ കൂടി പോകുമ്പോഴാണ് നേരത്തെ സുഗു തുണി കൊണ്ട് എറിഞ്ഞിട്ടില്ലേ ആ മോഷ്ടാവ് മരിച്ച വിവരം ഇവരറിയുന്നത്. സുഗു ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി വിട്ടുപോയി. വഴി മുഴുവൻ അവരും കരയുകയാണ്. താൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ് സ്വയം വലിയ വായിൽ അവൻ കരയുന്നു. പാച്ചു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ സങ്കടവും കരച്ചിലും അടങ്ങുന്നില്ല. എന്തായാലും സുഗുണനാണ് ഇത് ചെയ്തതെന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പാച്ചു അവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഒരു തരത്തിൽ സമാധാനിച്ച് വീണ്ടും അവർ നാട്ടിലേക്ക് യാത്രയായി. വഴിക്ക് വെച്ച് അവരെ പോലീസ് കൈ കാണിക്കുന്നു. അപ്പോഴാണ് തങ്ങളുടെ ലൈസൻസ് ലോഡ്ജിൽ ഏൽപ്പിച്ച കാര്യം അവർ ഓർക്കുന്നത്. അവൻ ആകെ ടെൻഷനായി. തൽക്കാലം പോലീസിൽ ഫൈൻ അടച്ചിട്ട് അവൻ വീട്ടിലേക്ക് പോയി. ലൈസൻസ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ഥിതിഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാച്ചു ലോഡ്ജിലേക്ക് ഫോൺ വിളിക്കുന്നു. റൂം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്പം കഴിഞ്ഞു വിളിക്കൂ, ഇവിടെ എല്ലാം പോലീസാണെന്നെല്ലാം ആ ഒരു ലോഡ്ജിന്റെ മുതലാളി അവരോട് പറയുന്നു. അവൻ ആകെ ടെൻഷനിലായി. കേസ് വരുമെന്ന് ഉറപ്പിച്ച് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ തന്റെ അങ്കിള് പറഞ്ഞു തരും എന്നും പറഞ്ഞ് പാച്ചു സുഗുവിനെ കൊണ്ട് നേരെ തങ്കു അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുന്നു. തങ്കു അങ്കിളിന്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. തങ്കു അങ്കിൾ താമസിക്കുന്നത് ഒരു ഹൗസ് ബോട്ടിലാണ്. കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ഇയാൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ലോ പോയിന്റ്സ് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് തങ്കു അങ്കിൾ. ഈ നടന്ന കാര്യമെല്ലാം തന്നെ സുഗു തങ്കു അങ്കിളിനോട് പറയുന്നു. തങ്കു അങ്കിൾ ഇങ്ങനെ പറയുന്നു, ഒരു മാസത്തിനുള്ളിൽ നിന്നെ പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ഭ്രാന്തനായി അഭിനയിക്കണം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കണം എന്നും പറയുന്നു. അങ്ങനെ തങ്കു അങ്കിൾ അറിയാവുന്ന ഒരു സ്ഥലം കൂടി പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം വിസമ്മതിച്ചെങ്കിലും വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവർ തങ്കു അങ്കിൾ പറഞ്ഞ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിക്കുന്നു. സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് അവർ കള്ളം പറയുന്നു. സർട്ടിഫിക്കറ്റ് തരാം, പക്ഷെ ഇവിടെ കുറച്ചു ദിവസം താമസിച്ച് സെക്ഷൻ എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നും ആ ഡോക്ടർ ഇവരോട് പറയുന്നു. അങ്ങനെ സുഗുവിനെ അവിടെ ആക്കി പാച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത സീനിൽ ഷീബ അവരുടെ കല്യാണത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകാമെന്ന ചിന്തയിലായിരുന്നു. അവരുടെ കൂട്ടുകാരിയെ പോലും വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല. അപ്പോഴാണ് ടെറസിൽ നിന്നിരുന്ന ഷീബ താഴെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞായിയെ കാണുന്നത്. അങ്ങനെ അവനെ അവൾ ഹായ് ഒക്കെ പറഞ്ഞ് കാണിക്കുന്നു. അങ്ങനെ കുഞ്ഞായി അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ പോയ സമയത്ത് തന്നെ ഷീബ അവളുടെ നമ്പർ കുഞ്ഞായിക്ക് കൊടുക്കുന്നു. ഫോൺ വിളിച്ച് പേര് ചോദിക്കുകയും ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നെല്ലാം പറയുന്നു. ഹോസ്പിറ്റലിലാകട്ടെ സുഗു യഥാർത്ഥ മെന്റൽ പേഷ്യൻസിന്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നു. അതേസമയം ഷീബ കുഞ്ഞായിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ ടിവിയിൽ തങ്കു അങ്കിളിനെ പോലീസ് പൊക്കി എന്ന വാർത്ത സുഗു കാണുന്നു. പാവം സുഗു ആകട്ടെ ഈ ഹോസ്പിറ്റലിലും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോൾ മനസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എക്സർസൈസ് ആണ് ഡോക്ടർ അന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സുഗുവും എല്ലാവരുടെയും കൂടെ ആ എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് കുടുംബശ്രീയിൽ നിന്ന് ടൂറിന് പോയ സുഗുവിന്റെ അമ്മ സുഗു നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ അരികിൽ കൂടി പാസ് ചെയ്യുകയും സുഗുവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയും ചെയ്യുന്നു. സുഗുവിന്റെ അമ്മ മാത്രമല്ല, നാട്ടുകാരായ സ്ത്രീകളും അതിലുണ്ടായിരുന്നു. സുഗുവിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സുഗുവിന്റെ അമ്മയും കൂട്ടരും അവിടേക്ക് ഓടിച്ചെല്ലുന്നു. സുഗു കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്ക് ഹോസ്പിറ്റലിലെ ആൾക്കാര് അവനെ പിടിച്ചുകൊണ്ടുപോയി.
അമ്മ പേടിക്കണ്ട, വീട്ടിലേക്ക് പൊക്കോ, താൻ വന്നോളാം എന്നെല്ലാം സുഗു അമ്മയോടായി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ സുഗുവിന്റെ അമ്മ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. സുഗുവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതുകൊണ്ട് തന്നെ സുഗുവിന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം തന്നെ അവന് ഭ്രാന്താണെന്ന് പറയുകയും ആ വാർത്ത അവന്റെ നാട്ടിൽ മുഴുവൻ പരക്കുകയും ചെയ്തു. സുഗു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ ദിവസം തന്നെ സുഗുവിന്റെ കൂട്ടുകാരനായ പാച്ചു സുഗുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സുഗു അന്ന് കൊന്നിരുന്ന ആ ചെറുക്കനില്ലേ, അവൻ മരിച്ച പേരിൽ കേസൊന്നുമില്ല, ആരുമില്ലാത്തവൻ അല്ലെങ്കിൽ അനാഥനായതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ കേസൊന്നും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നും ലൈസൻസ് എല്ലാം ഞാൻ തിരിച്ചു വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നും പാച്ചു സുഗുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ സുഗുവിന് ആശ്വാസമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും അവൻ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കൊണ്ട് അവൻ നേരെ നാട്ടിലേക്ക് പോയി. അവന്റെ നാട്ടിലേക്ക് എത്തിയപ്പോഴോ ആ നാട്ടുകാരെല്ലാം തന്നെ അവനെ ഒരുമാതിരിയായിട്ട് നോക്കുന്നുണ്ട്. കാരണം നേരത്തെ അവിടുത്തെ നാട്ടുകാരായ സ്ത്രീകൾ മനസ്സിലാക്കിയതാണല്ലോ ഇവന് ഭ്രാന്തുണ്ട്, ഇവൻ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ. സുഗുവിന്റെ കൂട്ടുകാരനായ പാച്ചുവിന് മാത്രമേ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ സാധിച്ചിരുന്നുള്ളൂ. കൂട്ടുകാരനായ കുഞ്ഞായിക്ക് പോലും അവൻ ഭ്രാന്തനാണെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അവന്റെ വീട്ടുകാർ പോലും അവന് ഭ്രാന്താണെന്ന് ഉറപ്പിച്ചു. കട്ടിലിൽ കിടന്നുകൊണ്ടിരുന്ന സുഗുവിനെ കാണാനായി നാട്ടുകാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. താൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയതെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ സുഗുവിന്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവന് മൊത്തം സത്യവും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവൻ ആളെ കൊന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവരോട് പറയേണ്ടി വരും. പാച്ചു ഇവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിലും പാച്ചു നമ്മുടെ സുഗുവിനെയും കൂട്ടി അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് സുഗുവിനോട്. സുഗുവും പാച്ചുവും കൂട്ടുകാരുടെ അടുത്തേക്ക് മദ്യപിക്കാനായി പോകുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞായി ആകട്ടെ ഇവന് ഭ്രാന്തുണ്ട്, ഗുളിക കഴിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന് മദ്യം പോലും കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മദ്യം കൂടുതൽ കഴിച്ചാൽ ഭ്രാന്ത് കൂടുമെന്നൊക്കെ നമ്മുടെ കുഞ്ഞായി നമ്മുടെ സുഗുവിനോട് പറയുന്നു. കൂട്ടുകാർ പോലും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് നമ്മുടെ സുഗു ആകട്ടെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇങ്ങനെ പോയാൽ തനിക്ക് നല്ലൊരു കല്യാണ ആലോചന പോലും വരില്ലെന്ന് നമ്മുടെ സുഗു പാച്ചുവിനോട് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ സുഗുവിനെ നമ്മുടെ സുമ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് എനിക്ക് സുഗുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് സുഗുവിനെയും പാച്ചുവിനെയും കൂടി നമ്മുടെ സുമ വിളിക്കുന്നു. പക്ഷെ മനസ്സോടെയെങ്കിലും നമ്മുടെ സുഗു ആ ഹോസ്പിറ്റലിലേക്ക് സുമയെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ സുമ നമ്മുടെ സുഗുവിനോട് ആ സത്യം തുറന്നു പറയുന്നു. എനിക്ക് സുഗുവേട്ടനെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ സുമ നമ്മുടെ സുഗുവിനോട് പറയുന്നു. പക്ഷെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് നമ്മുടെ സുഗു പറയുന്നു, നീ എന്റെ സുധാകരന്റെ പെങ്ങളാണ്, നിന്നെ പെങ്ങളായിട്ട് മാത്രമേ എനിക്ക് നിന്നെ കാണാൻ സാധിക്കുള്ളൂ, മറ്റൊരു രീതിയിൽ എനിക്ക് നിന്നെ കാണാൻ സാധിക്കില്ല എന്നും വീണ്ടും നമ്മുടെ സുഗു സുമയോട് പറയുന്നു. അങ്ങനെ കുറച്ചു ദിവസം കൂടി കടന്നുപോയി. സുഗുവിന്റെ അമ്മൂമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സുഗുവിന്റെ വീട്ടുകാരെല്ലാം തന്നെ പോയിരുന്നു. ആ ദിവസം രാത്രി നമ്മുടെ സുഗു മാത്രമേ വീട്ടിലുണ്ടായിരിക്കുകയുള്ളൂ. ആ സമയത്താണ് നമ്മുടെ കുഞ്ഞായി നമ്മുടെ സുഗുവിന്റെ വീട്ടിലേക്ക് വരുന്നത്. കുഞ്ഞായി പറയുകയാണ്, ഇന്ന് രാത്രി എനിക്കൊരു പെണ്ണിനെ കാണാൻ പോകണം, നീയും കൂടി എന്റെ കൂടെ വരണം എന്നൊക്കെ. കുറച്ചു ദിവസം കൊണ്ട് എനിക്ക് സെറ്റായതാണ്, എനിക്ക് അവളെ ഒന്ന് കാണാൻ ഇന്ന് രാത്രി പോകണം എന്നൊക്കെ പറയുന്നു. ആ പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഷീബ തന്നെയാണ്. അങ്ങനെ രാത്രി തന്നെ നമ്മുടെ സുഗുവും കുഞ്ഞായിയും കൂടി നമ്മുടെ ഷീബയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കുഞ്ഞായിയെ സുഗു ബൈക്കിൽ നിന്ന് അവിടെ ഇറക്കി വിട്ടിട്ട് സുഗു അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് സുഗു മനസ്സിലാക്കുന്നത് നാളെ അവളുടെ മാരേജ് ആണ്, അതായത് നമ്മുടെ ഷീബയുടെ മാരേജ് ആണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ കല്യാണമുള്ള പെൺകുട്ടി എന്തിനാണ് നിന്നെ ഇന്ന് കാണാനായിട്ട് വിളിക്കുന്നതെന്ന് സുഗു നമ്മുടെ കുഞ്ഞായിയോട് ചോദിക്കുന്നുവെങ്കിലും സുഗു മറ്റൊരു രീതിയിൽ അതിനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞായിയെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സുഗു അവിടെ തന്നെ ബൈക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് എന്തോ ഒരു ബഹളം ആ വീട്ടിൽ നിന്നും കേൾക്കുന്നത്. അതിനു പുറമേ തന്നെ നമ്മുടെ ഷീബ ഓടി വരുന്നു, അതും കല്യാണത്തിന്റെ ഡ്രസ്സോടുകൂടി. അവളാണെങ്കിലോ നമ്മുടെ സുഗുവിന്റെ ബൈക്കിൽ ആരോട് ചോദിക്കാതെയും കയറിയിട്ട് പെട്ടെന്ന് ബൈക്ക് തന്നെ എടുക്കാൻ പറയുന്നു, ബൈക്ക് പെട്ടെന്ന് ഓടിക്കാൻ പറയുന്നു നമ്മുടെ സുഗുവിനോട്. അപ്പോൾ തന്നെ നമ്മുടെ സുഗു ചോദിക്കുന്നുണ്ട്, കുഞ്ഞായി എവിടെ, അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ വേറെ ഏതോ വഴി ഓടിയെന്നാണ് അവൾ പറയുന്നത്. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോകാനാണ് നമ്മുടെ ഷീബ പറയുന്നത് സുഗുവിനോട്. സുഗു പറയുന്നുണ്ട്, നീ പെട്ടെന്ന് എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഷീബ അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അവർ വരുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു വഴിയുമില്ലാതെ നമ്മുടെ സുഗു വണ്ടി എടുക്കുന്നു. ജംഗ്ഷനിലെത്തുമ്പോൾ നമ്മുടെ ഷീബയെ നമ്മുടെ സുഗു ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ അവിടെ അത്ര പന്തി അല്ലാത്തത് കൊണ്ട് നമ്മുടെ സുഗു ഷീബയെ വീണ്ടും ബുള്ളറ്റിൽ കയറ്റുന്നു. അങ്ങനെ ഷീബയെ വണ്ടിയിൽ കയറ്റി അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. സുഗുവിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവൻ പോകുന്നത്. അവന്റെ വീട്ടുകാരെല്ലാം തന്നെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആ വീട്ടിലേക്ക് തന്നെയാണ് നമ്മുടെ ഷീബയും കൊണ്ട് പോകുന്നത്. അത്രയും സമയം വരെ, അതായത് കുഞ്ഞായി വരുന്ന ആ സമയം വരെ അവന്റെ വീട്ടിൽ തന്നെ ഷീബയെ നിർത്താമെന്നാണ് നമ്മുടെ സുഗു വിചാരിക്കുന്നത്.
വീട്ടിൽ ചെന്നിട്ട് അവനെ ഫോൺ വിളിച്ച് പറയാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞായി ഇവളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് നമ്മുടെ സുഗു കരുതുന്നത്. പക്ഷേ എത്ര ഫോൺ വിളിച്ചിട്ടും നമ്മുടെ കുഞ്ഞായി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ തോന്നിയത്, അവൻ എന്തിനാണ് ഈ വീട്ടിലേക്ക്, അതായത് സുഗുവിന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നത്? വെറുതെ കുഞ്ഞായിയുടെ വീട്ടിലേക്ക് തന്നെ അവളെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു എന്ന് അവൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഷീബയാണെങ്കിൽ കുട്ടിക്കളി മാറാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു സീരിയസ്നെസ് ഇല്ലാതെ പോലെയാണ് അവിടെ പെരുമാറിയത്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ, അരിയുണ്ടയുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ സുഗുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞായിയുടെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ സുമയാണ്. സുമയെ കണ്ടപ്പോൾ തന്നെ അവൻ പരിങ്ങലിലായി. കാരണം അകത്ത് നമ്മുടെ ഷീബയുണ്ട്. സുഗുന് വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ സുമ. അപ്പോൾ തന്നെ ഷീബയെ കതവിന്റെ പുറകിൽ ഒളിപ്പിക്കുന്നു. തൽക്കാലം അവള് കൊണ്ടുവന്ന ആ ഫുഡില്ലേ, നമ്മുടെ സുമ കൊണ്ടുവന്ന ആ ഫുഡ് ഷീബയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫുഡ് സുമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ സുഗു കുഞ്ഞായിയെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞായിയെ അവന് ഫോണിൽ കിട്ടുന്നു. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഏണിയിൽ കൂടി അവളെ കാണാനായിട്ട് മേളിൽ കയറി ചെന്നപ്പോൾ അവൾ നേരെ പറയുന്നത് ഒളിച്ചോടാമെന്നാണ്. നമുക്ക് ഇന്ന് തന്നെ ഒളിച്ചോടാം എന്നാണ് നമ്മുടെ കുഞ്ഞായിയോട് ഷീബ പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ അവൻ പേടിച്ച് താഴേക്ക് ചാടി. അപ്പോൾ ബഹളം കേട്ട് ബന്ധുക്കാരെല്ലാം തന്നെ അവന്റെ പുറകെ ഓടി. അവളും വേറെ ഏതോ വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. അവളെ തപ്പി ആൾക്കാരെല്ലാം നടന്നപ്പോൾ ഞാനും അവരുടെ കൂടെയാണെന്ന് അവർ വിചാരിച്ചുകൊണ്ട് ഞാനും അവരുടെ കൂടെയെല്ലാം അവളെ നോക്കാൻ തുടങ്ങി. ഇപ്പോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നീ എവിടെയാ? നീ വീട്ടിലാണോ എന്നും അവൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞായി നമ്മുടെ സുഗുവിനോട്. ഇത് കേട്ട് നമ്മുടെ സുഗു അവനോട് പറയുന്നുണ്ട്, ആ പെണ്ണിപ്പോ എന്റെ കൂടെയുണ്ട്, എന്റെ വീട്ടിലേക്ക് നീ വാ, ഷീബയെ കൂട്ടിക്കൊണ്ട് പോകാനെന്നാണ് കുഞ്ഞായിയോട് നമ്മുടെ സുഗു പറയുന്നത്. സുഗു പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ ഇങ്ങോട്ട് വാ, ഇവളെ കൂട്ടിക്കൊണ്ട് പോ, എനിക്ക് വയ്യ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ കുഞ്ഞായി പറയുന്നുണ്ടോ, ഞാൻ വെറും തമാശയ്ക്ക് വേണ്ടിയാണ് അവളെ സ്നേഹിച്ചത്, അല്ലാതെ എനിക്ക് അവളോട് ദിവ്യ പ്രണയമൊന്നുമില്ല, നീയും അവളെ ഒഴിവാക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. നമ്മുടെ സുഗു ആകട്ടെ വല്ലാത്തൊരു അവസ്ഥയിലുമായി. ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മുടെ സുഗുവിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. കുഞ്ഞായിയുടെ കോൾ കട്ട് ചെയ്ത് നമ്മുടെ സുഗു അകത്തേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച, അവൾ ഡ്രസ്സെല്ലാം മാറി, അതായത് ഷീബ ഡ്രസ്സെല്ലാം മാറി ഫുഡ്, അതായത് നമ്മുടെ സുമ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. നമ്മുടെ സുഗു ഷീബയോട് പറയുന്നുണ്ട്, നീ എല്ലാ കാര്യവും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, നിന്നെ അവൻ കൈവിട്ടിരിക്കുന്നു, അതായത് നമ്മുടെ കുഞ്ഞായി നിന്നെ കൈവിട്ടിരിക്കുന്നു, അവന് നിന്നെ കല്യാണം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല, അവൻ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിന്നെ സ്നേഹിച്ചത്. ഇത് കേട്ടതോടുകൂടി ഒരു കൂസലുമില്ലാതെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷീബ. ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ച് അവൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിൽ ആപ്പിലായത് നമ്മുടെ സുഗു തന്നെയാണ്. കുഞ്ഞായി നിന്നെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകണമെന്നും നമ്മുടെ സുഗു നമ്മുടെ ഷീബയോട് പറയുന്നു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ അവൾ വീണ്ടും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പോണെങ്കിൽ പോട്ടെ എന്നാണ് നമ്മുടെ ഷീബ സുഗുവിനോട് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് സുഗുവിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് സുഗു പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാരെ ഞാൻ വിളിക്കും, നീ അവരുടെ ഒപ്പം പോകണം എന്നൊക്കെ നമ്മുടെ സുഗു പറയുന്നുണ്ട്. പക്ഷെ ഷീബ എന്തോ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വാതിലിൽ മുട്ടുന്നു. അത് നമ്മുടെ സുമയാണ്. നേരത്തെ ഫുഡ് കൊടുത്ത ആ പാത്രം വാങ്ങിക്കാനാണ് അവൾ വന്നത്. രാവിലെ തരാമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഒഴിവാക്കി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. വാതിലടച്ച് നമ്മുടെ സുഗു വന്നു നോക്കുമ്പോഴോ നമ്മുടെ ഷീബ കിടന്നുറങ്ങുന്നു. പുതച്ചു മൂടി കിടന്നുറങ്ങും. ആ സമയത്ത് നമ്മുടെ സുഗു പാച്ചുവിനെ വിളിച്ച് ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് ഞാനിപ്പോ ഒരു പെണ്ണുമായി വരാമെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, ഇത് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൻ കട്ടിലിൽ പോയി ഇരിക്കുന്നു. പക്ഷേ അവൻ എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. ഞെട്ടി ഉണരുമ്പോഴോ അത് രാവിലെയായി. വീട്ടിൽ എല്ലാവരും വന്നിരിക്കുന്നു. കണ്ണോപ്പറേഷന് പോയ എല്ലാവരും തന്നെ സുഗുവിന്റെ വീട്ടിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷെ ഷീബയെ മാത്രം കാണുന്നില്ല. ഷീബ പോയി കാണുമെന്ന് നമ്മുടെ സുഗു വിചാരിച്ച് ആശ്വസിക്കുന്നു. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ കുളിയെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം വിരിച്ചുകൊണ്ട് നടന്നു വരുന്നു. നീ ഇതുവരെ പോയില്ലേ എന്ന് ദേഷ്യത്തോടെ നമ്മുടെ സുഗു ഷീബയോട് ചോദിക്കുന്നു. പക്ഷേ സുഗുവിനെ സ്നേഹിച്ചു വന്ന പെൺകുട്ടിയാണ്, അതായത് സുഗുവിനോടൊപ്പം ഒളിച്ചോടി വന്ന പെൺകുട്ടിയാണെന്ന് വിചാരിച്ചാണ് നമ്മുടെ സുഗുവിന്റെ വീട്ടുകാരെല്ലാം തന്നെ ഇവളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ സുഗുവിന്റെ അമ്മയും എല്ലാവരും തന്നെ നമ്മുടെ ഷീബയ്ക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നു, അവനെതിരെ സംസാരിക്കും. സുഗു സത്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വീട്ടുകാരെ സമീപിച്ചെങ്കിലും പക്ഷെ ഒന്നും നടന്നില്ല. അവരാരും തന്നെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിച്ചില്ല. ഷീബയെ സ്വന്തം മരുമകളായിട്ട് അവരങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. നാട്ടിലെല്ലാം തന്നെ നിനക്ക് ഭ്രാന്താണെന്നാണ് പറയുന്നത്. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം എന്ന് നീ വിചാരിച്ച് അവളുടെ കൂടെ കഴിയുക എന്നാണ് സുഗുവിന്റെ അമ്മ അവനോട് പറയുന്നത്.
ഇങ്ങനെ കിടന്ന് സംസാരിക്കാതെ നീ അകത്ത് കയറി പോകാനെന്നും അവന്റെ വീട്ടുകാർ അവനോട് പറയുന്നു. അവൻ പറയുന്നുണ്ട്, എന്റെ കൂടെയല്ല, കുഞ്ഞായിയുടെ കൂടെയാണ് ഇവൾ ഓടിച്ചോടിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഷീബ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കുഞ്ഞായി എന്നൊക്കെ. ഷീബയ്ക്ക് വേണ്ടത് ആ കല്യാണത്തിൽ നിന്ന് ഒഴിവായി എവിടെയെങ്കിലും കുറച്ചു ദിവസം താമസിക്കണം എന്നായിരുന്നു. നമ്മുടെ പാച്ചു ആകട്ടെ അവന് വേണ്ടിയിട്ട് റൂം എടുത്തിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. നീ അത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു വരാനും സുഗു പാച്ചുവിനോട് ഫോൺ വിളിച്ചു പറയുന്നു. എന്നിട്ട് സുഗു നേരെ ബൈക്കിൽ നമ്മുടെ കുഞ്ഞായി അന്വേഷിച്ച് പോയി. പക്ഷെ കുഞ്ഞായി നമ്മുടെ സുഗുവിൻ കണ്ടപ്പോഴേക്കും നേരെ ഓടിപ്പോയി. ഒടുവിൽ അവനെ കൈയോടെ പിടിച്ചു. പാച്ചുവും സുഗുവും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കുഞ്ഞായിയെ പിടിച്ചത്. സുഗു കുഞ്ഞായിയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവളെ സ്വീകരിക്കണമെന്ന്. പക്ഷെ കുഞ്ഞായി സുഗുവിനോട് പറയുന്നു, എനിക്ക് പറ്റില്ല, ഞാൻ അടുത്ത വർഷം എന്റെ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്, അടുത്ത വർഷമാണ് എന്റെ കല്യാണം നടക്കുക എന്ന്. അമ്മയ്ക്ക് വാക്കുകൊടുത്തത് മാറ്റാൻ കഴിയില്ല എന്നൊക്കെ നമ്മുടെ കുഞ്ഞായി സുഗുവിനോട് പറയുന്നു. അപ്പോൾ ഏതായാലും സുഗുവിനും കുഞ്ഞായിക്കും നമ്മുടെ ഷീബയെ സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പാച്ചു അവളെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ പോലെ അവനെ അവർ നോക്കുന്നുണ്ട്. പക്ഷേ പാച്ചുവിനും അതാകില്ല. ഏതായാലും 3 പേർക്കും അവളെ സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി ഒരു കാര്യം തീരുമാനിക്കുന്നു. അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് നമുക്ക് ഒരാളെ തേടാം. അത് സുമയാണ്. സുമയോട് കാര്യങ്ങളെല്ലാം തന്നെ സുഗുവും പാച്ചുവും കുഞ്ഞായിയും കൂടി തുറന്നു പറയുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ സുമ അറിയുന്നു. സുമ പറയുന്നുണ്ട്, ഈ ഒരു അറിയാത്ത പെണ്ണിനെ നിനക്ക് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ നാണമില്ലേ എന്നൊക്കെ. അവളൊരു തീവ്രവാദിയാണെങ്കിൽ നീ എന്തു ചെയ്യും എന്നൊക്കെ സുമ സുഗുവിനോട് ചോദിക്കുന്നുണ്ട്. സുഗു പറയുന്നത്, എന്തായാലും അവളുടെ പ്രശ്നം എന്താണെന്ന് നീ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് സുഗു നമ്മുടെ സുമയോട് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി സുഗുവും ഷീബയും കിടക്കാൻ പോയി. സുഗുവും ഷീബയും അപ്പറെ ഇപ്പറെയുള്ള 2 കട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഷീബ സുഗുവിനോട് പറയുന്നുണ്ട്, സുഗുവിനെ ഭ്രാന്ത എന്ന് പറയുമ്പോൾ സുഗു അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഒരാൾ പെഴ എന്ന് വിളിച്ചിരുന്നു. അന്ന് ഞാൻ അവരോട് ദേഷ്യത്തോടെ സംസാരിച്ചുവെങ്കിലും പിന്നീട് വീണ്ടും എല്ലാവരും എന്നെ പെഴ വിളിക്കാൻ തുടങ്ങി. ഞാൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഞാൻ പെഴയാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തു. ചേട്ടനും അതങ്ങ് ചെയ്താൽ മതി. ചേട്ടനും ഭ്രാന്തനാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഇത് കേട്ട് നമ്മുടെ സുഗു പറയുന്നത്, നിനക്ക് നീ പിഴയാണെന്ന് സമ്മതിക്കാം, കാരണം നീ പിഴയാണ്, പക്ഷെ ഞാൻ ഒരു ഭ്രാന്തനല്ല എന്ന് സുഗു നമ്മുടെ ഷീബയോട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഷീബ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. പിറ്റേന്ന് രാവിലെ നമ്മുടെ സുമ ഷീബയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. ഷീബ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, സത്യത്തിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിരിക്കുന്നു. ഇവർ 2 പേരും എന്റെ ബ്ലഡ് റിലേഷനിൽ ഉള്ളവരല്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കാത്തത്. എനിക്ക് പഠിക്കാനാണ് ആഗ്രഹം. എനിക്ക് ഇപ്പോൾ കല്യാണത്തിന് ഒട്ടും താല്പര്യമേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നമ്മുടെ ഷീബ സുമയോട് പറയുന്നു. സുമ നേരെ വന്ന് ഇതെല്ലാം സുഗുവിനോടും പാച്ചുവിനോടും കുഞ്ഞായോടും വന്ന് പറയുന്നുണ്ട്. വീട്ടുകാർ കല്യാണം കഴിപ്പിക്കും എന്ന് പേടിച്ചിട്ടാണ് ഇവളിങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ സുമ ഇവരോട് വന്ന് പറയുന്നു. പാച്ചു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആരെങ്കിലും ഒളിച്ചോടുമോ എന്നൊക്കെ. അങ്ങനെ സുമ ഇവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷീബയെ സുഗു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് അവൾ പോയിക്കോളും എന്നെല്ലാം സുമ ഇവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. സുഗു അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഷീബ അവിടെ കുറച്ച് നല്ല റെസിപ്പീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന അമ്മയോട് നമ്മുടെ സുഗു പറയുന്നുണ്ട്, ഇനി അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാം. ഇനി അടുക്കള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഷീബ നോക്കിക്കോളും. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താം എന്നൊക്കെ നമ്മുടെ സുഗു പറയുന്നുണ്ട്. രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്തിയാൽ മതി എന്നൊക്കെ നമ്മുടെ സുഗു അമ്മയോട് പറയുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി നമ്മുടെ ഷീബയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ നമ്മുടെ ഷീബയുടെ അച്ഛനും അവിടേക്ക് വന്നു. ഷീബയുടെ അച്ഛൻ മാത്രമായിരുന്നു അന്നേരം വന്നിരുന്നത്. ഷീബയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ വന്നു കയറിയത് ഒരു കുടുംബത്തായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്, ആരെയും കൂട്ടി വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. സുഗുവിന്റെ അളിയൻ പറയുന്നുണ്ട്, നമുക്ക് ഇവരുടെ കല്യാണം നടത്തിയാലോ എന്ന് ഷീബയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷീബയുടെ അച്ഛനായ ബേബി പറയുന്നുണ്ട്, അതിനൊരു പ്രശ്നമുണ്ട്, ഇവൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. അത് കേട്ട് നമ്മുടെ കുഞ്ഞായിയുടെയും പാച്ചുവിന്റെയും ബോധം പോകുന്ന അവസ്ഥയിലായിരുന്നു. തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന വെട്ടുകത്തിയുമായിട്ട് നേരെ നമ്മുടെ സുഗു വീട്ടിന്റെ മുറ്റത്തേക്ക് വരുന്നു. ഷീബയുടെ അച്ഛൻ ഇത് കണ്ടതും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ പുറത്തു വന്ന സുഗുവിനോട് പാച്ചുവും കുഞ്ഞായും പറയുന്നുണ്ട്, അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. മൈനറായ പെൺകുട്ടിയെ നീ വീട്ടിൽ താമസിപ്പിച്ചതും പറഞ്ഞുകൊണ്ട് നിനക്ക് നേരെ കേസ് വരാനും സാധ്യതയുണ്ട് എന്നൊക്കെ അവർ സുഗുവിനോട് പറയുന്നുണ്ട്.
ഇത് കേട്ടതും നമ്മുടെ സുഗുവിന് ആകെ ടെൻഷനായി. അങ്ങനെ അകത്തേക്ക് വന്ന സുഗു നമ്മുടെ ഷീബയോട് പറയുന്നുണ്ട്, നീ എല്ലാ കളിയും നിർത്തിക്കോ, സ്വർണത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണ്ട, ഞാനതങ്ങ് സഹിച്ചോളാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷീബ അവനോട് ചോദിക്കുന്നുണ്ട്, കൊലക്കുറ്റത്തിന് നീ അകത്ത് പോയാലോ അതും നീ അങ്ങ് സഹിക്കുമോ എന്നൊക്കെ നമ്മുടെ ഷീബ സുഗുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് ഞാൻ അറിയാതെ ചെയ്തതാണ്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ ഇതെങ്ങനെ അറിഞ്ഞു എന്നും നമ്മുടെ സുഗു ഷീബയോട് ചോദിക്കുമ്പോൾ ഷീബ പറയുന്നു, ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ, പക്ഷെ നീ അതിൽ വീണു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അവൾ അവനോട് ഒരു തമാശയ്ക്ക് ചോദിച്ചതാണ്, പക്ഷെ അവൻ സത്യങ്ങളെല്ലാം തന്നെ അവളോട് പറഞ്ഞു. അവൾ കുഞ്ഞായുമായി പ്രണയത്തിലായിരുന്ന ആ സമയത്ത് ഇവൻ ഭ്രാന്താശുപത്രിയിൽ ഏതോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയ കാര്യമൊക്കെ കുഞ്ഞായി ഇവളോട് പറഞ്ഞിരുന്നു. പിന്നെ ഇവളിനി ഇതാരോടെങ്കിലും പറയുമെന്നോർത്തിട്ട് നമ്മുടെ സുഗു അവളെ ഒന്നും പറയാതെ നിൽക്കുന്നു. കുഞ്ഞായും പാച്ചുവും സുഗുവോടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ 18 വയസ്സാകും. അതിനു മുൻപ് തന്നെ അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നെല്ലാം അവൻ അപ്പോൾ നമ്മുടെ പാച്ചു ഒരു ഐഡിയ പറയുന്നുണ്ട്, അവളെ നമുക്ക് ഏതെങ്കിലും ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ വിട്ടിട്ട് നമുക്ക് അവളെ ഒഴിവാക്കാം. എന്നാൽ കുഞ്ഞായി ആകട്ടെ ഇങ്ങനെ പറയുന്നു, അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല, പഠിപ്പിക്കാൻ വിടാമെന്ന് അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തിട്ട് നമുക്ക് അവളുടെ അച്ഛനെ വിളിച്ച് അവളെ കൈയോടെ കൊടുക്കാം. ആ ഐഡിയ നമ്മുടെ സുഗുവിന് ഇഷ്ടപ്പെടുകയും അവരെല്ലാം തന്നെ അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു. അവനൊരു ഭ്രാന്തനായിരിക്കാം, പക്ഷെ പറ്റിക്കുന്ന ഒരു ഊളയല്ല അവനെന്നും അവർ പറയുന്നു. ആ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെ അവനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ അവൻ മനസ്സിൽ ഇപ്പോൾ ഉദ്ദേശിച്ച ആ പ്ലാൻ വേണ്ടെന്ന് അവൻ വിചാരിക്കുന്നു. കാരണം അത് പറ്റിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ഷീബയെ പറ്റിക്കുന്നത് പോലെ ആവുമല്ലോ എന്നോർത്ത് ആ പ്ലാൻ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാച്ചു അവനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം ചേട്ടൻ അവളെ ഒഴിവാക്കാനല്ലേ ശ്രമിച്ചത്, ഇനി അവളെ സ്നേഹിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവളെ കൂടെ കൂട്ടാൻ നോക്ക്. അങ്ങനെയെങ്കിൽ ചേട്ടന് അവളെ സ്നേഹിക്കാനും പറ്റും, അവളെ ഭാര്യയായിട്ട് കൂട്ടാനും പറ്റും എന്നൊക്കെ നമ്മുടെ പാച്ചു സുഗുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് അവളെ സ്നേഹിച്ചുകൂടാ, അല്ലെങ്കിൽ അവളെ ഭാര്യയായിട്ട് കൂട്ടിക്കൂടാ എന്നും നമ്മുടെ സുഗു ആലോചിക്കുന്നു. അങ്ങനെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൻ അവളെ സ്നേഹിക്കുന്നു, അവൻ അവളെ പ്രണയിക്കുന്നു. നമ്മുടെ ഷീബയാകട്ടെ സുഗുവിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് എന്തോ വെണ്ടയ്ക്ക വെച്ച് എന്തോ ഒരു റെസിപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു ഫോൺ വരുന്നത്. അത് മറ്റാരുമല്ല, അവളുടെ സുഹൃത്തായ ആ റാപ്പ് സിംഗറില്ലേ, ആ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഷീബ പറയുന്നുണ്ട്, ഞാനിവിടെ വെണ്ടയ്ക്ക കൊണ്ട് ഒരു പുതിയ റെസിപ്പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട്, വെല്ലോറേം അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാനാണോ നീ ഇത്രയും പാടുപെട്ടത് എന്നൊക്കെ അവളോട് നമ്മുടെ ഈ റാപ്പ് സിംഗറായ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അത് കേട്ടതോടുകൂടി നമ്മുടെ ഷീബ പെട്ടെന്ന് തളർന്നു പോയി. ഈ ഐഡിയ എല്ലാം തന്നെ ഞാനാ നിനക്ക് പറഞ്ഞു തന്നേന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞതല്ല നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള സൊല്യൂഷൻ എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്നെല്ലാം ആ പെൺകുട്ടി നമ്മുടെ ഷീബയോട് പറയും. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടിയിട്ട് ഒരു കാര്യവുമില്ല എന്നും നമ്മുടെ ആ പെൺകുട്ടി ഇവളോട് പറയുന്നു. നിന്റെ അച്ഛനും കൂട്ടരും കൂടി നിന്റെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ സുഗുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നെല്ലാം ആ പെൺകുട്ടി നമ്മുടെ ഷീബയോട് പറയുന്നു. അതിനു മുൻപ് തന്നെ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും ആ പെൺകുട്ടി നമ്മുടെ ഷീബയെ വിളിച്ച് പറയുന്നുണ്ട്. ഷീബയ്ക്ക് ആ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ നേരെ പോയി കുറെ നേരം കരയുന്നു. അങ്ങനെ പെട്ടെന്ന് അവൾ ബാത്റൂമിൽ നിന്ന് ആ സമയത്ത് നമ്മുടെ സുഗുവിന്റെ പാട്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ സുഗു ആകട്ടെ ഇവളോട് ഇഷ്ടം തുറന്നു പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി നിൽക്കുകയായിരുന്നു. അവന്റെ ചെസ്റ്റില് എസ് എന്നൊക്കെ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇവളെ കാണിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഷീബയ്ക്ക് ദേഷ്യം അടക്കാൻ വയ്യാതെയായി. നിന്റെ ഏത് പ്രശ്നത്തിനും ഞാനും കാണുമെന്ന് നമ്മുടെ സുഗു ഷീബയോട് പറയുന്നു. പക്ഷേ ഷീബയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ സാധിച്ചില്ല. അവൾ ദേഷ്യത്തോടെ അവനോട് പെരുമാറി. സുഗു സീരിയസ് ആയിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നതെന്നെല്ലാം നമ്മുടെ സുഗു ഷീബയോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതിനൊന്നും വഴങ്ങിയില്ല. ഷീബയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് തന്നെ അവൾ അവനോട് തുറന്നു പറയുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും പോകാനായി ശ്രമിക്കുമ്പോൾ അവനാകട്ടെ അവളുടെ കാല് പിടിച്ച് അവൾ താഴേക്ക് വീഴുന്നു. അപ്പോൾ അവൾ പറയുന്നു, നീ വെറും ഊളയാണ്, ഞാൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കില്ല, നിനക്ക് വേറെ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം നമ്മുടെ ഷീബ സുഗുവിനോട് മുഖത്ത് നോക്കി പറയുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛൻ വന്നിട്ട് അവിടെയെല്ലാം സുഗുവിന്റെ വീട്ടിൽ വെച്ച് ബഹളം വെക്കുന്നു. ഷീബ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ വന്നോളാം, ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കണ്ട എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ സുഗുവിന് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അവനാകെ തകർന്നു പോയി. അവന് എന്തോ ഒരു ഭ്രാന്ത് വന്ന അവസ്ഥയിലായി പോയി. നേരത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചെയ്യേണ്ട എക്സർസൈസ് പഠിപ്പിച്ചില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു.
അങ്ങനെ നമ്മുടെ സുഗു ഭ്രാന്തിളകിയ ഒരുവനെ പോലെ ഒരു കത്തിയുമെടുത്ത് അവർക്ക് നേരെ ഓടി. അവൻ അവിടെ ഉണ്ടായിരുന്ന വാഴകളെല്ലാം തന്നെ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി. അവളെ അവിടെ നിന്ന് ആരും കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം തന്നെയാണ് ഈ ഭ്രാന്ത് അഭിനയിച്ചു തുടങ്ങിയത്. ഇത്രയും ഭ്രാന്തെല്ലാം കാണിക്കുന്നത് കണ്ടിട്ട് അവന്റെ അച്ഛൻ നമ്മുടെ സുഗുവിനോട് പറയുന്നു, എടാ നിർത്ത്. ഇതുവരെ അച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കാത്ത മകൻ ഇത് പറഞ്ഞപ്പോൾ അവൻ അവസാനിപ്പിച്ചു. അവൻ അന്നേരം ശാന്തനായി മാറി. എല്ലാവരും പോയ ശേഷം നമ്മുടെ സുഗു വീട്ടുകാരോട് പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ എല്ലാവരെയും ഓടിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ. അങ്ങനെ അവൻ വീട്ടുകാരോട് പറയുന്നുണ്ട്, നമ്മളെല്ലാം വിചാരിച്ചതുപോലെ നമ്മുടെ ഷീബയ്ക്ക് എന്നോട് ഒരു താല്പര്യവുമില്ല, എന്നോട് ഒരു സ്നേഹവുമില്ല എന്നൊക്കെ അവൻ പറയുന്നു. എന്നിട്ട് നമ്മുടെ സുഗു ഷീബയോട് പറയുന്നുണ്ട്, തന്നെ ഞാൻ ഹോസ്റ്റലിൽ ചേർക്കാൻ പോവുകയാണ്, ചെലവെല്ലാം ഞാൻ എടുത്തോളാം, കാശൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം എന്നെല്ലാം ഷീബ സുഗുവിനോട് പറയുന്നുണ്ട്. തോന്നുമ്പോ വരാനും പോവാനും ഇത് നിന്റെ കെട്ടിയോന്റെ വീടല്ല എന്നും നമ്മുടെ സുഗു മറുപടിയായി അവളോട് പറയുന്നു. നിന്നെ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യും, നിനക്ക് ജോലി കിട്ടിയ ശേഷം അതെല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും എന്നെല്ലാം നമ്മുടെ സുഗു ഷീബയോട് പറയുന്നു. എന്നാൽ ഷീബ പറയുന്നുണ്ട്, തനിക്ക് കാശൊന്നും വേണ്ട, താൻ പ്രായപൂർത്തിയായി, തനിക്ക് 18 വയസ്സ് പൂർത്തിയായി, തനിക്ക് കുറെ കാശ് വന്നു ചേരുമെന്നും അവൾ പറയുന്നുണ്ട്. ഹോസ്റ്റലിൽ സെറ്റാകുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുന്നതാണെന്ന്. അവൾ പറയുന്നുണ്ട് സുഗുവിനോട്, താൻ ഓവറായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് അല്ലെങ്കിൽ പെരുമാറിയത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും അവൾ പറയുന്നു. അപ്പോൾ സുഗു പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട് എന്നും പറയുന്നു. പഠിച്ച് വലിയ നിലയിലെത്തുമ്പോൾ എന്നെ മറക്കരുതെന്നും പറഞ്ഞ് സുഗു അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നു. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് വന്ന് പറയുന്നു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കും എന്ന്. പക്ഷേ ഷീബ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം സുമയും പാച്ചുവും കുഞ്ഞായിയും സുഗുവും കൂടി ചേർന്നിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ സുമ അവന്റെ കയ്യിൽ കൈയെടുത്തു വെക്കുന്നു. പക്ഷെ സുഗു അത് തട്ടിമാറ്റുന്നു. പക്ഷെ വീണ്ടും അവൻ ഓർക്കുന്നു അവന്റെ നെഞ്ചിലെ ടാറ്റു എന്തുകൊണ്ട് സുമ ആയിക്കൂടാ എന്ന്. എസ് ലവ് എസ്. അങ്ങനെ അവളുടെ പ്രണയത്തിന് അവൻ ഓക്കെ പറയുന്നു. അവിടെയാണ് നമ്മുടെ പൈങ്കിളി എന്ന മൂവി അവസാനിക്കുന്നത്. മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.